ജോബിൻ്റെ പുസ്തകം 6-ാം അധ്യായം. ജോബ് മറുപടിയായി പറഞ്ഞു, എൻ്റെ കഷ്ടത ഒന്ന് തൂക്കി നോക്കിയിരുന്നെങ്കിൽ, എൻ്റെ അനർത്ഥം അപ്പാടെ തുലാസിൽ വച്ചിരുന്നെങ്കിൽ, അപ്പോൾ അത് കടൽ മണലിനേക്കാൾ ഭാരമേറിയതായിരിക്കും തീർച്ച. അതുകൊണ്ടാണ് എൻ്റെ വാക്കുകൾ ഭോഷത്വമായി പോയത്. സർവശക്തൻ്റെ അസ്ത്രങ്ങൾ എന്നിൽ ഉള്ളതുകൊണ്ടാണ് എൻ്റെ ദേഹി അവയുടെ വിഷം പാനം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ഭീകരതകൾ എനിക്കെതിരെ അണിനിരന്നിരിക്കുന്നു. പുല്ലിനു മുമ്പിൽ കാട്ടുകഴുത കരയുമോ? തൻ്റെ തീറ്റയുടെ മുമ്പിൽ കാള മുക്രയിടുമോ? രുചിയില്ലാത്തത് ഉപ്പു ചേർക്കാതെ തിന്നാനാകുമോ? മുട്ടയുടെ വെള്ളയ്ക്ക് വല്ല രുചിയുമുണ്ടോ? എൻ്റെ തൊണ്ട തൊടാൻ ഇഷ്ടപ്പെടാത്തതാണവ. അവ എനിക്ക് ജീർണഭക്ഷണം പോലെയാണ്. എൻ്റെ അഭ്യർത്ഥന ഫലമണിഞ്ഞിരുന്നെങ്കിൽ, ഞാൻ പ്രതീക്ഷിക്കുന്നത് ദൈവം നൽകിയിരുന്നെങ്കിൽ, ദൈവം മനസ്സായി എന്നെ തകർക്കട്ടെ, അവിടുന്ന് കരം നീട്ടി എന്നെ വിച്ഛേദിക്കട്ടെ. അത് ഇനിയും എൻ്റെ ആശ്വാസമാകുമായിരുന്നു. ദയ കാണിക്കാത്ത വേദനയിലും ഞാൻ ആഹ്ലാദിക്കുമായിരുന്നു. പരിശുദ്ധൻ്റെ വചസ്സുകൾ ഞാൻ തിരസ്കരിച്ചിട്ടില്ലല്ലോ. കാത്തിരിക്കാൻ എനിക്ക് എന്തു ശക്തിയാണുള്ളത്? എൻ്റെ ജീവനെ മുന്നോട്ട് നയിക്കാൻ എനിക്ക് എന്ത് ലക്ഷ്യമാണുള്ളത്? എൻ്റെ കരുത്ത് കല്ലുകളുടെ കരുത്താണോ? എൻ്റെ മാംസം പിച്ചളയാണോ? ഇല്ലായ്മ തന്നെയല്ലേ എനിക്കുള്ള എൻ്റെ സഹായം? വിജയം എന്നിൽ നിന്ന് ബഹിഷ്കൃതമായില്ലേ? മനമിടിഞ്ഞവൻ സർവശക്തനോടുള്ള ഭയം ഉപേക്ഷിച്ചാലും അവന് തൻ്റെ സ്നേഹിതനിൽ നിന്നാണ് കരുണ. വെള്ളപ്പാച്ചിൽ പോലെ എൻ്റെ സഹോദരന്മാർ ചതിച്ചു. വെള്ളപ്പാച്ചിലുകളുടെ ചാൽ പോലെ അവർ കടന്നുപോകും. അവ മഞ്ഞുകട്ട കൊണ്ട് ഇരുണ്ടതാണ്. അവയിൽ ഹിമം മറഞ്ഞുപോകും. വേനൽക്കാലത്ത് അവ അപ്രത്യക്ഷമാകുന്നു. ചൂടേറുമ്പോൾ അവയുടെ സ്ഥാനത്ത് നിന്ന് അവ ഇല്ലാതാകുന്നു. കച്ചവട സംഘങ്ങൾ തങ്ങളുടെ മാർഗം വിട്ടകലുന്നു. മരുഭൂമിയിൽ കടന്നു ചെന്ന് അവർ നശിക്കുന്നു. തേമായുടെ കച്ചവട സംഘങ്ങൾ അവ തേടി നടക്കുന്നു. ഷെബായുടെ യാത്രാ സംഘങ്ങൾ അവ പ്രത്യാശിക്കുന്നു. പ്രത്യാശിച്ചതുകൊണ്ട് അവർ ലജ്ജിതരായി. അവർ അവിടെ വരെ എത്തി നാണം കെട്ടു. നിങ്ങൾ ഇപ്പോൾ ഒന്നും തന്നെ അല്ല എന്നായിരിക്കുന്നു. വിപത്ത് കണ്ട് നിങ്ങൾ ഭയപ്പെടുന്നു. ഞാൻ യഥാർത്ഥത്തിൽ ആവശ്യപ്പെട്ടോ? നിങ്ങൾ എനിക്ക് തരുവിനെന്നും നിങ്ങളുടെ ധനത്തിൽ നിന്ന് എനിക്കായി കോഴ കൊടുക്കുവിനെന്നും എതിരാളിയുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുവിനെന്നും മർദ്ദകരുടെ കയ്യിൽ നിന്ന് എന്നെ വീണ്ടെടുക്കുവിനെന്നുമൊക്കെ നിങ്ങൾ എന്നെ ഉപദേശിച്ചുകൊള്ളുവിൻ. ഞാൻ നിശബ്ദനായിരിക്കാം. ഞാൻ എന്തു തെറ്റ് ചെയ്തെന്ന് എനിക്ക് മനസ്സിലാക്കി തരുവിൻ. ഋജുവായ വാക്കുകൾ എത്രയോ ശക്തം. നിങ്ങളിൽ നിന്നുള്ള ശകാരമാകട്ടെ എന്തു തിരുത്താനാണ്? നിങ്ങൾ കരുതുന്നത് ശകാരിക്കാനാണ് വാക്കുകളെന്നാണോ? ഹതഭാഗ്യൻ്റെ വാക്കുകൾ കാറ്റാണെന്നാണോ? അനാഥനുമേൽ പോലും നിങ്ങൾ കുറിയിടുന്നു. സ്വന്തം സ്നേഹിതനുമേൽ നിങ്ങൾ വിലപേശുന്നു. എന്നാൽ ഇപ്പോൾ ദയയുണ്ടായി എൻ്റെ നേർക്ക് തിരിയുവിൻ. നിങ്ങളുടെ സമക്ഷം ഞാൻ കള്ളം പറയുകയില്ല. ദയയായി മനസ്സുമാറ്റുവിൻ. തിന്മ ഉണ്ടാകാതിരിക്കട്ടെ. മനസ്സുമാറ്റുവിൻ. ഇനിയും അതിലാണെൻ്റെ നീതി. എൻ്റെ നാവിൽ തിന്മയുണ്ടോ? എൻ്റെ അണ്ണാക്ക് വിപത്തുകൾ മനസ്സിലാക്കാതിരിക്കുമോ?